എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു വി എസ് ഒരു പാഠപുസ്തകമാണ്. ശരിയാണ്, വി എസിനെ പഠിക്കേണ്ടതാണ്. പാഠം 1, അതായത് കമ്മ്യൂണിസത്തിൽ മനുഷ്യത്വമില്ല. 70 വയസ്സിന് ശേഷം വി എസ് ഭാഗികമായി അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം പുറത്തേക്കെടുത്തു. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ മനുഷ്യത്വം പ്രകടമായതിൻ്റെ പ്രതിഫലനമാണ് കേരളം വി എസിന് നൽകിയ യാത്രയയപ്പ്. നമസ്കാരം. വി എസിനെ പഠിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം നല്ലൊരു പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വൈകാരികത മാറ്റിവെച്ച് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ വി എസിൻ്റെ ജീവചരിത്രവും കേരളത്തിൻ്റെ കഴിഞ്ഞ 80 വർഷത്തെ ഗതിയും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രവും ഇതിനെ നമുക്ക് വേറിട്ട് കാണാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഒട്ടുമിക്ക നമ്മളുടെ നേരിടുന്ന പല പല പ്രശ്നങ്ങളും ജീർണതകളും, അത്തരം ജീർണതകൾക്കൊക്കെ മുഖ്യമായ ഒരു കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ വരവ് തന്നെയായിരുന്നു. ആ കമ്മ്യൂണിസത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് വി എസ് അദ്ദേഹത്തിൻ്റെ 70-ാം വയസ്സിന് ശേഷമാണ് അദ്ദേഹം ലേശം പുറത്തേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വി എസിൻ്റെ ആ മനുഷ്യത്വം ഒരു കമ്മ്യൂണിസ്റ്റായ വി എസിൽ നിന്ന് ഒരു മനുഷ്യനിലേക്കുള്ള പരിണാമത്തിൻ്റെ ആരംഭമായിരുന്നു 70 വയസ്സിന് ശേഷം അദ്ദേഹത്തിൽ നടന്നത്. അത് ആ മനുഷ്യത്വം അദ്ദേഹം പുറത്തെടുത്തത് തന്നെ വെറും 1-2% നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അത് കേരളീയ മനസ്സിലേക്ക് എങ്ങനെ ആ മനുഷ്യൻ നടന്നു കയറി. വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് അല്ല മലയാളി ഹൃദയത്തിലേക്ക് നടന്നു കയറിയത്. ആ നടന്നു കയറ്റത്തിൻ്റെ, ആ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ പ്രകടനമാണ് ഈ വി എസിന് കേരളം നൽകിയ അന്ത്യയാത്ര അല്ലെങ്കിൽ അന്ത്യാഭിവാദ്യങ്ങൾ, അന്ത്യാഞ്ജലി എന്ന് പറയുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ വരവിന് ശേഷം ഈ കഴിഞ്ഞ 8 പതിറ്റാണ്ട് കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മണ്ണും അല്ലെങ്കിൽ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളിയുടെ മണ്ണും മനസ്സും ഒരേപോലെ ജീർണിച്ചു എന്നുള്ളത് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, അല്ല എങ്ങനെ സംഭവിച്ചു എന്നത് നമ്മൾ കുറ്റവിചാരണ നടത്തിയത് കൊണ്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയത് കൊണ്ടോ കമ്മ്യൂണിസത്തിനെതിരെ നമ്മൾ സംസാരിച്ചത് കൊണ്ടോ പ്രയോജനമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ സംഭവിച്ചതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പാഠം പഠിക്കുക എന്നുള്ളത്. ആ പാഠമാണ് വി എസ് കാണിച്ചു തരുന്നത്. വി എസ് ഈ മനുഷ്യത്വത്തെ പുറത്തെടുത്ത് ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ലേശം പുറത്തേക്ക് വന്നതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്ക് അനഭിമതനായതും അതേപോലെ തന്നെ ആ പാർട്ടിക്കെതിരെ പോരാടേണ്ടി വന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരുപക്ഷെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇത്രയധികം വളർത്തിക്കൊണ്ടുവന്നതിൽ ഏറ്റവും നിർണായകമായ മുഖ്യമായ പങ്ക് വഹിച്ച വി എസ് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നിട്ടും പോളിറ്റ് ബ്യൂറോ അല്ലാതെയാണ് അദ്ദേഹം പുന്നപ്രയിലെ വലിയ ചുടുകാടിൽ ഇപ്പോഴും എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി എസ് നമ്മളെ പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത് മലയാളി കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മനുഷ്യനായി മാറുക. അതിൻ്റെ സാധ്യതയും അപാരമാണ്. ആ സാധ്യതയാണ് വി എസ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അതാണ് പഠിക്കേണ്ട പാഠം 1.